ഒന്നോ രണ്ടോ കൊല്ലങ്ങൾ കൊണ്ട് വീട്ടാവുന്ന കടങ്ങളല്ലേ ഉള്ളൂ അമ്മേ. ദൈവാധീനം കൊണ്ട് അതൊക്കെ നടക്കും. അമ്മ വിഷമിക്കൊന്നും വേണ്ട. സുരേഷിന്റെ പഠിപ്പിന്റെ കാര്യത്തിൽ അമ്മ പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ ഈടായിട്ട് ഉഴപ്പ് കുറച്ച് കൂടുന്നുണ്ട്. ചേച്ചി ദേ ഈ സാരി എടുത്ത് വെച്ചില്ല. അത് ഞാൻ കൊണ്ടുപോകുന്നില്ല, നീ വെച്ചോ. ദേ ചേച്ചി ഡിക്റ്റേറ്റീവ് വരുന്നുണ്ട്. എന്തോ കുറ്റാന്വേഷണം കഴിഞ്ഞു വരുന്ന വഴിയാ. ഇവിടെ എന്നെ കളിയാക്കി എന്തോ ചില സംസാരങ്ങൾ നടന്നിട്ടുണ്ട്. രാവിലെ തുടങ്ങിയത് ചേച്ചി എന്റെ പിന്നാലെ നടന്നു ഉപദ്രവിക്കല്. അവന് കിട്ടിയ കാശൊക്കെ ഡിറ്റക്റ്റീവ് ബുക്ക് വാങ്ങി ചെലവാക്കി. ഇനി ചേച്ചി എനിക്കൊന്നും ഞാൻ അവന് കൊടുക്കണത്രേ. ചേച്ചി എന്നോട് അല്പം സ്നേഹ കൂടുതൽ കാണിക്കുന്നുണ്ട്. അസൂയ ഉണ്ടാവും, എനിക്കറിയാം. ഈ വീട്ടിൽ നടക്കുന്ന അംഗം നീ കണ്ടതല്ലേ? ഇവരല്ലേ എന്നെ സഹായിക്കേണ്ടത്. ദാ ഗൈഡ് വാങ്ങാനുള്ളതാ, ഡിറ്റക്റ്റീവ് ബുക്ക് വാങ്ങാനല്ല. ചേച്ചി വാക്കുമാറരുത്. ഇക്കൊല്ലം ഞാൻ പാസ്സായ ചേച്ചി ചില വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പാസ്സായാൽ എല്ലാ വാഗ്ദാനവും ഞാൻ പാലിക്കും. എനിക്ക് വാച്ച് വാങ്ങി തരാന്ന് പറഞ്ഞതോ? അതും. പക്ഷേ രണ്ടുപേരും അമ്മ പറയുന്നത് അനുസരിക്കണം. നമ്മളത്ര പണക്കാരൊന്നുമല്ല, അത് മറക്കരുത്. ദാ കുട്ടിമാമ വരുന്നുണ്ട്. ഈ സാധനം മേലിടുന്നത് എനിക്ക് എന്നും ഒരു അസ്കിര. പിന്നെ നീ മേടിച്ചെന്നാണല്ലോ എന്ന് കരുതി അങ്ങോട്ട് പുതയ്ക്കുക. ഇറങ്ങാറായില്ലേ? പോവാൻ കുട്ടിമാമേ. എന്നാ വൈകിക്കണ്ട. നിന്റെ അച്ഛനെ നല്ലോണം മനസ്സിൽ ധ്യാനിച്ചങ്ങോട്ട് ഇറങ്ങിക്കോളൂ. വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഒരു ഗൗരവബോധം ഉണ്ടാവാൻ വേണ്ടിട്ടാ. അല്ല, നിനക്കതുണ്ടെന്നറിയാം. അയാളിപ്പോ എന്താ വെച്ചാൽ ഈ പെണ്ണിങ്ങനെ രാജ്യം വിട്ട് ജീവിക്കേണ്ട ഗതി വരില്ലായിരുന്നു. സത്യം, ധർമ്മം, ദയ, നീതി ഇതൊക്കെ ഇന്നത്തെ കാലത്ത് മഷിയിട്ട് നോക്കിയാൽ കാണില്ല. നാട്ടുംപുറത്തോ ഇല്ല, പിന്നെ വേണമല്ലോ നഗരത്തില്. വേഗം നടക്കു കുട്ടിയമ്മേ, വണ്ടിയുടെ സമയമായി. ഒരൊറ്റ മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളില്ല. പട്ടണം എന്നൊക്കെ പറഞ്ഞാൽ ഞാനിപ്പോ അത് എങ്ങനെയാ വിശദീകരിക്കുക? നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു 100 ഇരട്ടി ജനം. അത് മതിയാവോ? മതിയാവില്ല. കുട്ടിമാമ അവിടെ പോവാത്ത സ്ഥിതിക്ക് കണക്കൂട്ടി പറഞ്ഞ് ശരിയാവില്ല. പിന്നെയും ഒരു കൊല്ലത്തെ പരിചയം എനിക്കല്ലേ ഉള്ളത്. ഓ അല്ല, ഇതാരാ അടിയോടിയോ? വരിക വരിക വരിക. ഞാൻ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു. ഇവിടെ അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ തിരക്കിലാവാറേ. ആ കിഴക്കത്തുള്ള ലക്ഷ്മണൻ തെങ്ങിന്ന് വീണത്രേ. കിഴക്കേ തൊടിയിൽ ലക്ഷ്മണനോ? ആ ചെക്കനെന്തിനാ ഇപ്പൊ തെങ്ങുമ്മ പിടിച്ചു കയറിയേ? ഒന്ന് വേഗം നടക്കൂ കുട്ടിയമ്മേ. ഓ വണ്ടി വരണ്ട്. എവിടെ ഇരുന്നോളൂ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവിടെ ചെന്ന് എത്തിയാ ഉടനെ കത്തയക്കണം. കുട്ടിയമ്മ ഇറങ്ങിക്കോളൂ, വണ്ടി വിടാറായി. പെണ്ണ ഒറ്റയ്ക്കേ ഉള്ളൂ, ഒരു കണ്ണുണ്ടായിരിക്കണം. അയ്യോ കുട്ടിമാമേ, എന്റെ ടിക്കറ്റ്. ഓ, വർത്താനത്തിനിടയിൽ അതങ്ങോട്ട് മറന്നു. ഇവിടുന്ന് ആരാ കയറിയത്? ഇത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ആണല്ലോ. റിസർവേഷൻ ടിക്കറ്റ് എവിടെ? റിസർവേഷൻ ടിക്കറ്റ് എവിടെ? ടിക്കറ്റ് മാറിപ്പോയതാ. എന്താ കുട്ടി കാര്യം? ടിക്കറ്റ് മാറിപ്പോയി. ആ കാർന്നോരുടെ ഉപദേശം കേട്ടപ്പോ ഞാൻ തീരുമാനിച്ചതാ, എന്തെങ്കിലും പുരുവാലുണ്ടായിട്ട് അയാൾ പോവുള്ളൂ. റിസർവ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഒന്ന് മാറിന്നേ. അപ്പൊ പിന്നെ ചാർട്ടിൽ പേര് കാണല്ലോ. പേരെന്താ കുട്ടിയുടെ? അരുന്ധതി. സാറേ, ആ കുട്ടി ഒറ്റയ്ക്കേ ഉള്ളൂ, ഒരു അബദ്ധം പറ്റിയതാ. അബദ്ധം പറ്റിക്ക് ഞാനെന്ത് ചെയ്യാനാ? അല്ല, പുതിയൊരു ടിക്കറ്റ് എടുത്താ പോരെ? കുട്ടി എവിടേക്കാ? ബോംബെക്ക്. ബോംബെക്ക് ആദ്യമായിട്ട് പോവാണോ? അല്ല. അവിടെ വർക്ക് ചെയ്യേ? അതെ. എവിടെ? സദേൺ കെമിക്കൽസില്. അപ്പൊ താമസമൊക്കെ? മാഹിമില് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലാ. ഞങ്ങള് ദാദറിലാ.
രാമേട്ട രാമേട്ട നിന്നേ. ആകെ പ്രശ്നമാണ് രാമേട്ട. രാമേട്ടൻ ഇന്നും കൂടി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ വല്ല ഇലക്ട്രിക് ട്രെയിനിൽ തലവെച്ചെത്ത. എന്താ സാധാരണ ട്രെയിനിൽ തലവെച്ച ചാവില്ലേ? ഇലക്ട്രിക് ട്രെയിനിൽ തലവെച്ചാവണം നിർബന്ധം. രാമേട്ട ഞാൻ പറയേ, ഞാൻ വന്നിറങ്ങിയുള്ളൂ. എന്റെ തലയ്ക്ക് ഭ്രാന്തി പിടിപ്പിക്കരുത്. തനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഒക്കെ വീട്ടിൽ എന്ത് വിശ്വസിച്ച് പറയാൻ കയറും. ഓ താമോളെ ഇനി പറ, എന്താ തന്റെ പ്രശ്നം? വണ്ടി ഇറങ്ങിയപ്പോഴേ ഞാൻ കരുതിയതാ വിഷ്ണു എന്തെങ്കിലും കാര്യത്തിന് ഓടി വരുമെന്ന്. എന്റെ പ്രശ്നങ്ങൾ ഇവിടെ രാമേട്ടനോടും ചേച്ചിയോടല്ല, ഞാൻ വേറെ ആരോട് പറയുന്നത്? മുഖവരെ ആവശ്യത്തിലും കൂടുതലായി. താൻ കാര്യം പറ. 3 ദിവസമായി രാമേട്ട ഞാൻ ഉറങ്ങിയിട്ട്. അതാണോ തന്റെ പ്രശ്നം? എങ്കിൽ കുറച്ചേരം ഇവിടെ കിടന്ന് ഉറങ്ങ്. അതല്ല രാമേട്ട, 3 ദിവസമായി ഞാൻ ലോഡ്ജിന് പുറത്താ. എന്തിന്? ഒരു കട്ടിൽ 2 പേര് കിടക്കുന്നു പറഞ്ഞ ഹൗസ് ഓണർ ബഹളം. രണ്ടാമതൊരാളെ കൂടെ പാർപ്പിക്കാൻ തന്നോട് ആരാ പറഞ്ഞു? കട്ടിലിന്റെ പകുതി വാടക തരാൻ ഏറ്റവുണ്ടല്ലേ. അങ്ങനെ ആവുമ്പോ ഞാൻ മാസം 300 രൂപ വാടക കൊടുക്കുന്ന 150 രൂപ ലാഭിക്കല്ലോ എന്ന് കരുതി. എന്നിട്ടിപ്പോ എന്താവാൻ? അവൻ എനിക്കൊരു ചില്ലിക്കാച്ച് തരുന്നില്ലെന്ന് മാത്രമല്ല, 2 ആള് കിടക്കുന്നു പറഞ്ഞ് 300, 600 രൂപ ഹൗസ് ഓണർ ഗോസായന്റെ മേടിക്കുന്നത്. എന്നിട്ട് 300 തന്നെ ഞാൻ അരിഷ്ടിച്ചല്ലേ കൊടുക്കുന്നത്. അതും പോരാ, ഞാൻ അവനെ പോറ്റാനുള്ള കഴിവ് എനിക്കുണ്ടോ? ഇതൊന്നും എന്നോട് അഭിപ്രായം ചോദിച്ചിട്ടല്ലോ താൻ ചെയ്തത്. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധം പറ്റിയെന്നുള്ളത് തന്നെ സംബന്ധിച്ച് പുതിയ വാർത്തയല്ല. എവിടെങ്കിലും പോയി എന്തെങ്കിലും പുരുവാനുണ്ടാക്കിയിട്ട് ഞാനിപ്പോ എന്താ ചെയ്യേണ്ട രാമേട്ട, ഇതൊക്കെ പോട്ടെ. ഈ രാമേട്ട ഇപ്പൊ എന്താ ചെയ്യണ്ടേ? രാമേട്ടൻ തന്നെ ഹൗസ് ഓണറെ കണ്ട് കാര്യങ്ങൾക്ക് ഒരു ഒത്തുതീർപ്പുണ്ടായി തരണം. അത്രയല്ലേ ഉള്ളൂ. ഞാനിതൊക്കെ ഒന്ന് മാറ്റി കുളിച്ചിട്ട് ഇങ്ങോട്ട് വരാം. അതുവരെ ഒന്ന് ക്ഷമിക്ക്. अभी तक वो चाकू नहीं पैदा हुआ जो राजू को लग जाए. पहले जाकर चिड़िया मारना सीखो यार. ऐसा बोल के शत्रुघ्न विलन को पकड़ता है. विलन को ये नहीं मालूम कि शत्रुघ्न उनका बेटा है और शत्रुघ्न और अनिल कपूर दोनों भाई हैं. लेकिन मीनाक्षी शेषाद्री मां बनने वाली है. फिर क्या हुआ पूछो? ये मीनाक्षी शेषाद्री अनिल कपूर के पास आकर बोलती है, ये तुमने क्या कर दिया? अब आता है अमरीश पुरी. श्रीदेवी के पास जाता है. श्रीदेवी को ये नहीं मालूम कि अमरीश पुरी उसके अंदर है. अमरीश पुरी श्रीदेवी को रेपिंग करना चाहता है. फिर टेंशन. उस वक्त आता है अनिल कपूर. അയ്യോ, ഇതെപ്പോ ഒന്ന് നാട്ടിന്ന്. രാമേട്ടൻ വന്നല്ലോ. ഇനി സാധനങ്ങൾ താഴ്ത്തു വയ്ക്കാലോ. പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവുന്ന എനിക്ക് ഉറപ്പായി. പ്രശ്നം സോൾവ് ആയി. നിന്നെ ഇതിനകത്ത് ഇനി കയറ്റരുതെന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം നടപ്പിലാക്കാൻ ഹൗസ് ഓണറോട് പറയാൻ വേണ്ടിയിട്ടാണ് രാമേട്ടൻ കുട്ടി ഇങ്ങോട്ട് വന്നത്. തമാശ വരണം കേട്ടോ രാമേട്ടൻ. രാമേട്ടന് ചായ വേണ്ടേ? രാംകിഷൻ ചായ ജൽദിയിലാണ്. സുഖിപ്പിക്കല്ലേ മോനെ രാജേന്ദ്ര. നീ കൂടെ താമസിക്കുമെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ ഇവനോട് പറഞ്ഞതാ, നീ ഒട്ടിയാ പിന്നെ വിടില്ലാന്ന്. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? രാമേട്ട, ഞാൻ ഇവിടെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് കഴിഞ്ഞു വരികയായിരുന്നു. മുമ്പ് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പറഞ്ഞു വിട്ടപ്പോ 2 or 3 ദിവസം പുതിയ സ്ഥലം ശരിയാവുന്നവരെന്ന് പറഞ്ഞ് എന്റെ കൂടെ കയറി കൂടിയവന് ഇപ്പൊ മാസം 2 ആയി. വാടക കൊടുക്കാതെ ഒരു കട്ടിൽ 2 പേര് കിടക്കാൻ ഹൗസ് ഓണർ സമ്മതിക്കോ? അതിന് ഞാൻ വാടക തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. തൽക്കാലത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റ് നീ കൊടുത്തന്നല്ലേ ഉള്ളൂ. അതിനി പറ്റില്ല എന്നാ പറഞ്ഞത്. നീ കാരണം ഞാനിപ്പോ റോട്ടിലായി. അങ്ങനെ വലിയ ത്യാഗം ചെയ്യാൻ നീ എന്റെ ആത്മാർത്ഥ സുഹൃത്തൊന്നുമല്ലല്ലോ.